ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2012 ജീവശാസ്ത്ര വിഭാഗത്തിൽ ബയോളജിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾക്ക് വ്യക്തവും വിശദവുമായ ഉത്തരങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളുടെ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മത്സ്യങ്ങളെ പരിചരിച്ചു വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാണ്? ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് റിയറിംഗ് ഓഫ് ഫിഷ് ഈസ് കാൾഡ് വാട്ട്? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരിക്കും ഇത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ എപ്പികൾച്ചർ, ഫിസിക്കൾച്ചർ, സെറികൾച്ചർ ആൻഡ് നൺ ഓഫ് ദിസ്. ഈ ഓപ്ഷൻ പോലും ആവർത്തിച്ചാണ് ചോദിക്കാറ്. അപ്പോൾ ഒന്ന് നോക്കാം. എപ്പികൾച്ചർ എന്ന് പറഞ്ഞ തേനീച്ച കൃഷിയാണ്. ദ റിയറിംഗ് ഓഫ് ബീസ് ആണിത്. അപ്പോൾ ഇതല്ല ആൻസർ. രണ്ടാമത്തെ പിസിക്കൾച്ചറാണ് നമ്മളിവിടെ പറയുന്ന മത്സ്യങ്ങളെ പരിപാലിച്ച് വളർത്തുന്ന കൃഷി എന്ന് പറയുന്നത്. ദർഫോർ ആൻസർ ഈസ് പിസിക്കൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽപ്പുഴു കൃഷി വളർത്തലാണ്. മറ്റൊരു എക്സാമിന് ചോദിച്ചായിരുന്നു ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞ മുയൽ കൃഷിയാണ്. അതുപോലെ തന്നെ സെറികൾച്ചർ പോലെ തന്നെ സിൽവികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്നാൽ പ്രത്യേകിച്ചും മരങ്ങൾ നട്ടു വളർത്തുന്ന, പ്രത്യേകിച്ചും വനങ്ങൾ പോലെ പരിപാലിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ്. മരങ്ങൾ മാത്രം വളർത്തുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്, അർബോറികൾച്ചർ എന്നാണ് അതിന് പറയുക, അർബോറികൾച്ചർ. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, പുഷ്പഫല കൃഷിയുമായി ബന്ധപ്പെട്ട ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിറ്റികൾച്ചർ ഉണ്ട്, മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം നമുക്കറിയാം, സൈറ്റോളജിയിലെ ചോദ്യമാണ് നമ്മൾ ബയോളജിയിൽ ഏറ്റവും ആദ്യം എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സൈറ്റോളജിയിൽ എന്ന് പറയുമ്പോൾ തന്നെ ജന്തുകോശത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഇവിടെയും അതേപോലെ തന്നെ ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ആസ് എ സെൽ ഈസ് കൺസേൺഡ്? ഒരു കോശത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ജന്തുകോശ സൈറ്റോളജി 4 ചോദ്യം വരെ ചോദിക്കാം. ജന്തുകോശത്തിൽ 2 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്യകോശങ്ങളിൽ 4 ചോദ്യങ്ങൾ വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോളജിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സൈറ്റോളജിയിലെ ജന്തുകോശത്തെ പറ്റിയാണ്. ദെൻ എ ന്യൂക്ലിയസ് ഓപ്ഷൻ നോക്കാം നമുക്ക്. ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് പറയേണ്ടത്. എ ന്യൂക്ലിയസ് കണ്ടെയ്ൻ ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ, സെൻട്രിയോൾ, ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിക് റെറ്റിക്കുലം. ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു മർമ്മത്തിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ മർമ്മദ്രവ്യമുണ്ട്, ന്യൂക്ലിയോപ്ലാസമുണ്ട്, മർമ്മസ്തരമുണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, സെൻട്രിയോൾ ഉണ്ട്, മർമ്മകമുണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, ക്രോമാറ്റിക് ജാലിക എന്നിവ കാണപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം. ന്യൂക്ലിയസ് കൺട്രോൾ ആൾ ദ ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ സെല്ല്. ഒരു കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മർമ്മം നിയന്ത്രിക്കുന്നു. ശരിയാണ്. കോശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. നമുക്കറിയാം റോബർട്ട് ബ്രൗൺ ആണ് മർമ്മം കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിക്കുന്നത്. 11 ഹുക്കാണ് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരു കോശം നിരീക്ഷിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ കോശത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മർമ്മം നിയന്ത്രിക്കുന്നു എന്നുള്ള പ്രസ്താവന നമുക്ക് ഇപ്പോൾ തന്നെ ശരിയാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്താവന നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്ത് പോകാം. ഈ ഒരു പ്രസ്താവനയെ നമ്മൾ വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല. പ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് എ സെൽ ഓർഗനൽ വിത്ത് എക്സ്റ്റെൻസ് ഫ്രം പ്ലാസ്മ മെംബ്രെയിൻ ടു ന്യൂക്ലിയർ മെംബ്രെയിൻ. അന്തർദ്രവ്യ ജാലിക പ്ലാസ്മ സ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോശാംഗമാണ്. അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് നമുക്കറിയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കോശത്തിൻ്റെ ദൃഢത നൽകുന്ന ഒരു ഘടകമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കോശത്തിനുള്ള ട്രാൻസ്പോർട്ടേഷൻ, പദാർത്ഥങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇടം നൽകുന്ന കോശത്തിലെ സഞ്ചാരപാത എന്ന് പറയുന്നതും അന്തർദ്രവ്യ ജാലിക, അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാകാൻ തന്നെ കോശത്തിൻ്റെ സ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ച് കിടക്കുന്ന ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ആ ന്യൂക്ലിയസ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഘടകം തന്നെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന അന്തർദ്രവ്യജാലിക. അതുകൊണ്ട് നമുക്ക് ഇതിനെയും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. കറക്റ്റ്, ഇതും ഇവിടെ ശരിയായിട്ടുള്ളത്. സെൻട്രിയോൾ സീൻസ് വിത്തിൻ ദ സെൻട്രോസോം ആക്ട് എ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ.
സെൻട്രോസോമിനുള്ളിൽ കാണപ്പെടുന്ന സെൻട്രിയോളുകൾ കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി ഇതിൻ്റെ പറ്റി പറയുമ്പോൾ സെൻട്രോസോം എന്ന് പറയുന്നത് NMMSൻ്റെ എക്സാമിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശഘടകം എന്ന രൂപത്തിൽ സെൻട്രോസോം പറയാറുണ്ട്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശഘടകം എന്ന രൂപത്തിൽ കോശഭിത്തിയായ സെല്ലുലോസും അതേപോലെ തന്നെ പ്ലാസ്റ്റിഡുകളും നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു എന്നാണ്. ഈ സെൻട്രോസോമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പറയുന്ന സെൻട്രിയോളുകൾ എന്ന് പറയുന്നത് കാണപ്പെടുന്നത്. ഇത് കോശ വിഭജനത്തിൽ വളരെ സുപ്രധാനമായി പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മർമ്മത്തിനുള്ളിൽ മർമ്മദ്രവ്യം, മർമ്മസ്ഥലം, സെൻട്രിയോൾ, മർമ്മകം, ക്രോമാറ്റിൻ ജാലിക എന്നിവ കാണപ്പെടുന്നു എന്നുള്ളതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ആ തെറ്റ് തീർച്ചയായിട്ടും ഈ സെൻട്രോസോമിലെ സെൻട്രിയോളുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രോസോം എന്ന് പറയുന്നത് നമ്മുടെ മർമ്മത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. പ്ലാസ്മ സ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്. ഇതിൽ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് സെൻട്രോസോം. അപ്പോൾ സെൻട്രോസോമിൻ്റെ ഉള്ളിലാണ് സെൻട്രിയോളുകൾ, അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ല ഈ സെൻട്രിയോളുകൾ എന്ന് പറയുന്ന പാർട്ട് കാണപ്പെടുന്നത്. ബാക്കിയുള്ളത് കറക്റ്റാണ്. മർമ്മദ്രവ്യം, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, മർമ്മസ്തരം, അത് സ്ഥലമുണ്ട്, മർമ്മകം എന്ന് പറയുന്ന ന്യൂക്ലിയോളസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഇവിടെ കേന്ദ്രമായിട്ടുള്ള ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ക്രോമാറ്റിൻ ജാലികയാണ് നമുക്ക് വിഭജന സമയത്തേക്ക് ഫുൾ ഫങ്ഷൻ ആവുകയും അത് ക്രോമോസോമായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ക്രോമാറ്റിൻ ജാലികയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും ഡീപ്പായിട്ട് പഠിച്ചു വെക്കണം. 2 ക്വസ്റ്റ്യൻ വരെ ജന്തുകോശം എന്ന് ചോദിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ എക്സാമിൽ നിലനിൽക്കുന്നുണ്ട്. ചോദ്യം: നാരുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? റിലേറ്റഡ് ടു ഫൈബേഴ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഇവ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. മെയിൻ സോഴ്സ് ആർ പ്ലാന്റ്സ്. പ്രധാന സ്രോതസ്സുകൾ സസ്യങ്ങളാണ്. ദേ ആർ അൺഡൈജസ്റ്റബിൾ ഫോം ഓഫ് പ്രോട്ടീൻസ്. ഇവ ദഹിപ്പിക്കാൻ കഴിയാത്ത തരം മാംസ്യങ്ങളാണ്. ഹെൽപ്പ് ഇൻ ദ ഈസി മൂവ്മെൻറ്റ് ഓഫ് ഫെക്കൽ മാറ്റർ ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റിൻ. വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് നാരുകളെ പറ്റിയാണ്, അഥവാ ഫൈബേഴ്സിനെ പറ്റിയാണ്. നാര് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വാഴ നാരുകളെയൊക്കെ പറ്റിയായിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഫൈബേഴ്സ് തന്നെയാണ്. എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഭക്ഷ്യയോഗ്യമായ നാരുകൾ, അതായത് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നാരുകളെ പറ്റിയാണ്. അപ്പോൾ ഇവ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സസ്യങ്ങളിലെ കോശഭിത്തിയിലെ സെല്ലുലോസും അതുപോലെ തന്നെ ലിഗ്നിൻ എന്ന പദാർത്ഥം കൊണ്ടൊക്കെയാണ് ഈ നാരുകൾ അഥവാ ഫൈബേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന സ്രോതസ്സുകൾ സസ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കോംപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇത് 2 സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഒരു സബ്സെറ്റാണിത്. പ്രധാന സ്രോതസ്സുകൾ സസ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതോടുകൂടി ഇതും ശരിയായി കഴിഞ്ഞു. പ്രധാന സ്രോതസ്സുകൾ സസ്യങ്ങളാണ്. കാരണം സെല്ലുലോസ് കോശഭിത്തി സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ദഹിപ്പിക്കാൻ കഴിയാത്ത തരം മാംസ്യങ്ങളാണ്. ഇവ ദഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ്. ദേ ആർ അൺഡൈജസ്റ്റബിൾ ഫോം ഓഫ് ബട്ട് പ്രോട്ടീൻസ് എന്നുള്ളത് ഇത് കറക്റ്റ് ഫോം അല്ല. ഇത് മാംസ്യങ്ങളല്ല, ഇത് സ്റ്റാർച്ചാണ്, അതായത് അന്നജമാണ്. അത് ഒരുതരം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷേ മറ്റുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. മറ്റുള്ള കാർബോഹൈഡ്രേറ്റുകളൊക്കെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. ഫൈബർ കണ്ടന്റ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ദേ ആർ സ്റ്റാർച്ച് അന്നജങ്ങളാണ് എന്നുള്ള പ്രസ്താവനയൊക്കെ ശരിയാണ്. ബട്ട് ഇത് പ്രോട്ടീൻ എന്നുള്ള പ്രസ്താവന, ദേ ആർ പ്രോട്ടീൻസ് എന്നുള്ള പ്രസ്താവന ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം മൂലം കാർബോഹൈഡ്രേറ്റുകൾ ദഹിച്ചിട്ട് എന്തുണ്ടാവുന്നു, ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രോട്ടീൻസിൻ്റെ ഡൈജഷൻ സൃഷ്ടിക്കുന്ന അമിനോ ആസിഡാണ് പ്രോട്ടീൻ്റെ ഡൈജഷൻ സൃഷ്ടിക്കുന്ന അമിനോ അമ്ലങ്ങൾ, അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നു. ഫാറ്റ്സ് ആണെങ്കിൽ, അതായത് കൊഴുപ്പാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് മാറുന്നു, ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ് വിഘടിക്കുന്നത്. ഇതാണ് ഡൈജഷൻ പ്രക്രിയയിൽ ഈ 3 വരുന്ന മാറ്റമുള്ളത്. അപ്പോൾ ഇത് ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ ശരിയാണ്. ഈ പ്രസ്താവന എന്താണ്, തെറ്റാണ്. അടുത്ത ചോദ്യം: റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ എന്നുള്ളതാണ്.
റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സിറ്റുവേറ്റഡ് അറ്റ് റബ്ബറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് തന്നെയാണ്. അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. റബ്ബറിനെ പറ്റി പറയുമ്പോൾ കരയുന്ന മരം എന്നറിയപ്പെടുന്ന ഒരു വിശേഷണമുള്ള മരമാണ് റബ്ബർ എന്ന് പറയുന്നത്. പാഡി റിസർച്ച് സെൻ്ററാണ് പട്ടാമ്പിയിലുള്ളത്. പട്ടാമ്പിയിൽ മാത്രമല്ല മങ്കൊമ്പ് ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയിലെ വൈറ്റിലയിൽ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അതേപോലെ തന്നെ കായംകുളത്തും ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കായംകുളം. ഈ 3 ഗവേഷണ കേന്ദ്രങ്ങളും ഈ നെല്ലുമായി ബന്ധപ്പെട്ടതാണ്. കായംകുളത്ത് അതേപോലെ തന്നെ തെങ്ങ് ഗവേഷണ കേന്ദ്രം കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. കോട്ടയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പന്നിയൂർ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ കേന്ദ്രമാണ്. ശ്രീകാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആണ് ഈ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടലു കേട്ടിട്ടുണ്ടായിരിക്കും. കുടലു എന്ന് പറയുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കുടലുവിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്. കാപ്പിയുടെ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വയനാട് ഡിസ്ട്രിക്റ്റിൽ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കാപ്പിയുടെ ഗവേഷണ കേന്ദ്രമുള്ളത്. ഇഞ്ചി എന്ന് പറയുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രമുള്ളത്. ഏലം ഓർത്തിരിക്കേണ്ടത് പാമ്പാടുംപാറ ആൻഡ് മയിലാടുംപാറ. ഒന്ന് കേന്ദ്രം, ഒന്ന് കേരള ഗവേഷണ കേന്ദ്രങ്ങളാണ്. എങ്കിലും ആ സ്ഥലങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഏലം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം പ്ലാന്റെയിൻ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക, പൈനാപ്പിൾ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങൾ. കരിമ്പ് ആലോചിച്ചിരിക്കേണ്ട 2 സ്ഥലങ്ങൾ, ഒന്ന് മേനോൻ പാറ, ഒന്ന് തിരുവല്ല. ഇത് 2 സ്ഥലങ്ങളാണ് കരിമ്പുമായി, ഷുഗർ കെയിൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. പുൽത്തൈലവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട സ്ഥലമാണ് ഓടൈക്കാലി എന്ന് പറയുന്ന സ്ഥലം. ഇത്രയും ഗവേഷണ കേന്ദ്രങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു ഗവേഷണ കേന്ദ്രം ഉള്ളത് ആനക്കയത്ത് കശുവണ്ടി കാഷ്യൂ നട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഗവേഷണ കേന്ദ്രമാണുള്ളത്. അടുത്ത ചോദ്യം, ഫംഗസുകൾ അഥവാ ഫംഗി ഓർ heterotrophic multicellular organism which have the power of locomotion. പരപോഷികളും സഞ്ചാരശേഷിയുമുള്ള ബഹുകോശ ജീവികളാണ്. ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലർ മൾട്ടിസെല്ലുലർ ഓർഗാനിസം വിച്ച് ഡു നോട്ട് ഹാവ് എ പവർ ഓഫ് ലോക്കോമോഷൻ. സഞ്ചാരശേഷിയില്ലാത്ത പരപോഷികളായ ഏകോശ ജീവികൾ ബഹുകോശ ജീവികളാണ്. യൂണിസെല്ലുലർ ഓർഗാനിസം വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോശ ജീവികളാണ്. ഹെറ്ററോട്രോഫിക് മൾട്ടിസെല്ലുലർ ഓർഗാനിസം വിച്ച് ഡു നോട്ട് ഹാവ് ദ പവർ ഓഫ് ലോക്കോമോഷൻ. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. എയും ബിയും ശരിയാണെന്നുള്ള രൂപത്തിലൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ നടത്തണം. അപ്പോൾ ഫംഗസ് എന്ന് പറയുമ്പോൾ ഫംഗി എന്ന് പറയുമ്പോൾ നമ്മൾ കുമിൾ വർഗത്തിൽപ്പെട്ടവയാണ് നമ്മൾ ഫംഗി എന്ന് പറയും. ഈ ഫംഗിയുടെ പ്രത്യേകത ബേസിക്കലി അവയ്ക്ക് സാമ്യം ഏതിനോടാണ്? സസ്യങ്ങളാണ്. പ്ലാന്റെയിൻ ഇനത്തിനോടാണ് ഇവയ്ക്ക് സാമ്യം. പക്ഷേ സ്വഭാവത്തിൽ ഇവ കൂടുതൽ സാമ്യം പുലർത്തുന്നത് ജന്തുക്കളോടുമാണ്. അതാണ് ഈ ഫംഗി വിഭാഗത്തിലുള്ള ജീവവർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്ലാന്റെയിനുമായിട്ട് ഒരു സാമ്യം ഘടനയിലുള്ളത് ഇവയ്ക്ക് കോശഭിത്തികളുണ്ട് എന്നുള്ളതാണ്. കോശഭിത്തി സെല്ലുലോസ് പോലെ ഇവിടെയും കോശഭിത്തി നിർമ്മിക്കുന്നൊരു ഘടകങ്ങളുണ്ട്. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട് കോശഭിത്തി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവ ജന്തുക്കളെ പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, അതായത് സ്വപോഷികളല്ല. ഇവയ്ക്ക് സ്വയമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവില്ല. അതായത് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവ് സസ്യങ്ങളുടെ ഏറ്റവും വലിയ കഴിവാണ് പ്രകാശ സംശ്ലേഷണം. അത് നടത്താനുള്ള കഴിവ് ഇവയ്ക്കില്ല എന്നുള്ളതോടുകൂടി സസ്യങ്ങളുടെ നിന്നുള്ള സാമ്യത അവയ്ക്ക് ഒഴിവാക്കപ്പെടുകയാണ്. അപ്പോൾ സസ്യങ്ങൾ എന്ന് ഫംഗസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വപോഷികൾ അല്ല എന്ന് പറയുമ്പോൾ ഓട്ടോട്രോപിക് അല്ല എന്ന് പറയുന്നതോടുകൂടി ഈ പ്രസ്താവന തെറ്റായി കഴിഞ്ഞു. ഡി ശരിയല്ല എന്ന് പറയും. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോശജീവികളാണ്, ന്യൂക്ലിയസ് ഉള്ളവയാണ്. അപ്പോൾ ഈ പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. സഞ്ചാരശേഷിയില്ലാത്ത, സഞ്ചാരശേഷിയുള്ള, ഈ 2 കാര്യങ്ങൾ നോക്കുക. സഞ്ചാരശേഷിയുള്ള എന്ന് പറയുന്ന ഇവിടെ, സഞ്ചാരശേഷി ഇല്ലാത്ത എന്ന് പറയുന്നത്. സഞ്ചാരശേഷി ഇവയ്ക്കില്ല. ഇവ സസ്യങ്ങളെപ്പോലെ തന്നെ സഞ്ചാരശേഷിയില്ല. അപ്പോൾ സഞ്ചാരശേഷി ഇല്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികളാണ് ഫംഗസുകൾ എന്നുള്ള പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അതായത് ഹെറ്ററോട്രോഫിക്
ഹെട്രോട്രോഫിക് പരപോഷികളാണ്. യൂണിസെല്ലുലർ ആവാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ആയിരിക്കാം. വിച്ച് ഡു നോട്ട് ഹാവ് എ പവർ ഓഫ് ലോക്കോമോഷൻ. സഞ്ചാരശേഷിയില്ല. ഹെട്രോട്രോഫിക് ആണ്. യൂണിസെല്ലുലർ, മൾട്ടി സെല്ലുലർ ഏതെങ്കിലും ആയിരിക്കും. ഏകോശം, ബഹുകോശമായിരിക്കും. അപ്പോൾ അതിൽപ്പെട്ടാണ് ഫംഗികൾ എന്ന കുമിളുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം അതിൽപ്പെടുന്നതാണ്. അപ്പോൾ അതൊന്ന് ശരിക്കും പഠിച്ചു വയ്ക്കണം ഈ ഭാഗം. മൈറ്റിലസ്, സയൻറ്റിഫിക് നെയിം ഓഫ് ഹണി ബി, തേനീച്ചയുടെ ശാസ്ത്രീയനാമം. എ ബുക്ക് എക്സ്പ്ലെയിൻസ് അബൌട്ട് പ്ലാന്റ്, സസ്യജാലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. എ വെറൈറ്റി ഓഫ് ഫിഷ്, ഒരെണ്ണം മത്സ്യം. എപ്പീസ് ഇൻഡിക്ക എന്നുള്ളത് എപ്പിക്കൾച്ചർ നമുക്ക് നല്ല പരിചയമാണ്. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ചയുടെ, ഹണി ബിയുടെ റെയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പീസ് ഇൻഡിക്ക എന്ന് പറയുന്നത് തേനീച്ചയുടെ ശാസ്ത്രീയ നാമമാണ് എന്ന് പറയാം. മാങ്കിഫറ ഇൻഡിക്ക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. മാങ്കിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യയാണ് മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാങ്കിഫറ ഇൻഡിക്ക. എട്രോപ്ലസ് സുറേറ്റിയൻസസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് എന്തുവാണ്? കരിമീനിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ശാസ്ത്രീയ നാമങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. മനിഹോട്ടി യൂട്ടിലിസ്മ, കൊക്കോസ് ന്യൂസിഫറെ, ഒറൈസ സറ്റൈവ, ഹോമോസാപ്പിയൻസ് എന്നുള്ളതിൽ കൂടുതൽ കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് എന്നാണ് ചോദ്യം. വൈറ്റമിൻ വിച്ച് ഹെൽപ്സ് എ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ്. വൈറ്റമിൻ ഡി ആണോ? ജീവകം ഡി. വൈറ്റമിൻ കെ ഉണ്ട്, ജീവകം കെ. വൈറ്റമിൻ ബി ഉണ്ട്, ജീവകം ബി. വൈറ്റമിൻ എ ഉണ്ട്, ജീവകം എ. രക്തം കട്ടപിടിക്കാൻ, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിന് സഹായിക്കുന്ന വിറ്റാമിൻ ജീവകം കെ ആണ്. ജീവകം കെയുടെ മറ്റൊരു പേരാണ് ഫിലോക്വിനോൺ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ജീവകം കെ ആണ്. മൂലകം എന്ന് പറയുന്നത് കാൽസ്യം ആണ്. അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഒരു ഘടകം എന്ന് പറയുന്നത് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ, മൂലകം കാൽസ്യം, രക്തത്തിലെ ഒരു ഘടകമാണ് പ്രോത്രോംബിൻ. ഏത് രക്തത്തിലെ അണുവാണ്, രക്തത്തിൻ്റെ ഏത് അണുവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് പ്ലേറ്റ്ലൈറ്റ് ആണ്. പ്ലേറ്റ്ലൈറ്റുകളാണ് നിറമില്ലാത്ത രക്തകണങ്ങൾ. മറ്റു ശ്വേതരക്താണുക്കളും അരുണരക്താണുക്കളുണ്ട്, വെളുത്തതും ചുവപ്പും. പ്ലേറ്റ്ലൈറ്റ് നമ്മൾ പറയുക നിറമില്ലാത്ത രക്തകണങ്ങളാണെന്ന് പറയുക. പ്ലേറ്റ്ലൈറ്റുകളുണ്ട്, ജീവകം കെ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പ്രോത്രോംബിൻ ഉണ്ട്. ഇതൊക്കെ രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വൈറ്റമിനാണ്. ഫിലോക്വിനോൺ എന്ന് പറയും. അട്ടയുമായി ബന്ധപ്പെട്ട ഒരു വസ്തു നമ്മൾ പറയാറുണ്ട്, ഹിരുഡിൻ. അട്ട, ലീച്ച് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കും. രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിവെക്കുന്നതാണ്, ലീച്ച് കുത്തിവെക്കുന്നതാണ് ഹിരുഡിൻ. അതേപോലെ ഹെപ്പാരിൻ ഉണ്ട്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഹെപ്പാരിൻ. അപ്പോൾ ഇതൊക്കെ കട്ട പിടിക്കുന്നതിനാണ്, ഇത് കട്ട പിടിക്കാത്തതിനാണ്. നമുക്ക് ജീവകത്തെ പറ്റി പറയുമ്പോൾ, വൈറ്റമിനെ പറ്റി പറയുമ്പോൾ, വൈറ്റമിൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉച്ചരിച്ചത് കാസിമർ ഫംഗാണ്. കാസിമർ ഫംഗ്. ജീവകം ഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് ജീവകം ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. ഇതിൻ്റെ അപര്യാപ്തത കുട്ടികളുണ്ടാക്കുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം. എന്നാൽ വലിയ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ എന്നുള്ള രോഗം. ഇതിൻ്റെ അപരനാമം കാൽസിഫെറോൾ എന്നാണ്. ജീവകം ഡി നമുക്ക് പ്ലാന്റ്സ്, അതായത് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിനാണ്. ഇത് നമുക്ക് സൂര്യപ്രകാശത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ജീവകം ഡി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജീവകം ബി, പ്രത്യേകിച്ചും ബി എന്ന് പറയുമ്പോൾ ബെറി എന്നുള്ള അസുഖവുമായി ബന്ധപ്പെട്ടതാണ്. തയാമിൻ എന്ന രൂപത്തിലാണ് ജീവകം B1 പ്രത്യേകിച്ചും അറിയപ്പെടുന്നത്, ജീവകം ബിയുമായിട്ട് ബന്ധപ്പെട്ട്. ജീവകം എ എന്ന് പറയുമ്പോൾ ററ്റിനോളുമായിട്ട് പേരുള്ള ജീവകം എ, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകം എ, ഇലക്കറികളിൽ വളരെ ധാരാളം അടങ്ങിയിരിക്കുന്നത് ജീവകം എ, കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് ജീവകം എ. ഒപ്പം എ, ഡി, ഇ, കെ കേട്ടിട്ടുണ്ടായിരിക്കും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്ന് പറയുന്നത്. പിന്നെ വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നത്. സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഇഷ്ടംപോലുള്ള വിറ്റാമിനായിരിക്കും. അതായത് ഫ്രൂട്ട്സിലൊക്കെ നാരങ്ങ, പേരക്ക, ഈ ഫ്രൂട്ട്സിലൊക്കെ ഇഷ്ടംപോലുള്ള വിറ്റാമിനാണ് സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഈ വിറ്റാമിൻ സി ആണ്.
പിന്നെ നമ്മളൊരു വിറ്റാമിനെ പറ്റി പറയാനുള്ള വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ ഈസ് ഈക്വൽ ടു ടോക്കോഫിറോൾ. ഇത് റീപ്രൊഡക്ഷന് സഹായിക്കുന്ന വിറ്റാമിനാണ്. ഇത് ഹോർമോണായിട്ട് കണക്കാക്കപ്പെടുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ്. നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, വിറ്റാമിൻ ഡി സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. പ്രത്യുൽപാദനത്തിന് സഹായകമായ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും ഇ ആണ്. പൊതുവെ വൈറ്റമിനുകൾ എന്ന് പറയുന്നത് കാർബണിക സംയുക്തങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ കുറച്ച് മാത്രം ആവശ്യമുള്ള പദാർത്ഥങ്ങളാണ് വൈറ്റമിനുകൾ എന്ന് പറയുന്നത്. ഇതിൽ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ത് തരത്തിലുള്ള രോഗമാണെന്ന് വെച്ചാൽ അതൊരു ഡെഫിഷ്യൻസി രോഗമാണ്, അപര്യാപ്തത രോഗമാണ് എന്ന് പറയാം. ജീവകം ബിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ബെറിബറി. ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് സ്കർവി എന്ന് പറയുന്നത്. ജീവകം ഡിയുമായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് റിക്കറ്റ്സ് ആണ്, ഒന്ന് ഓസ്റ്റിയോമലേഷ്യയാണ്. അടുത്ത ചോദ്യം, ചില കോശാംഗങ്ങളുടെ പേരുകൾ കോളം 1 നൽകിയിരിക്കുന്നു. അവയ്ക്ക് അനുയോജ്യമായ ധർമ്മങ്ങൾ കോളം 2 നിന്ന് തിരഞ്ഞെടുത്ത് ശരിയായി ക്രമീകരിക്കും. നെയിം സം സെൽ ഓർഗനൈൽസ് ആർ ഗിവൺ ഇൻ ദ കോളം 1. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഫ്രം കോളം 2 ആൻഡ് അറേഞ്ച് പ്രോപ്പർലി എന്നുള്ള ചോദ്യം. ഒന്ന് കൊടുത്തിരിക്കുന്നു ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മളിത് രണ്ടാമതായിട്ടാണ് ഇപ്പോൾ സൈറ്റോളജിയിലെ ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആദ്യം നമ്മൾ ഓപ്ഷനിൽ നോക്കണം. ഓപ്ഷനിൽ നോക്കിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം തന്നെ ചോദ്യം നോക്കരുത്. ഓപ്ഷനിൽ നോക്കിയിട്ട് ആദ്യം ഇതിൽ റിപ്പീറ്റഡ് ഓപ്ഷൻ വരാത്തത് നോക്കുക. അപ്പോൾ എക്ക് റിപ്പീറ്റായി വരണം, അപ്പോൾ നോക്കരുത്. BQ BP BS ഇവിടെ റിപ്പീറ്റ് വരില്ല. BQ BP BS BR. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ആദ്യം പിടിക്കണം. ബാക്കിയുള്ളൊക്കെ റിപ്പീറ്റ് ചെയ്യണം. 6 വരുന്നുണ്ട്, P വരുന്നുണ്ട്, S വരുന്നുണ്ട്. ഇത് മൈൻഡ് ചെയ്ത് തൽക്കാലം ഇത് മൈൻഡ് ചെയ്യരുത്. ഈ ഒരു ഓപ്ഷൻ പിടിക്കുക. ഇനി ഇതിൽ നമുക്ക് ബി അറിയോ നോക്കുക. ബി അറിയുമെങ്കിൽ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു. ബി എന്താണ്? മൈറ്റോകോൺട്രിയ പറ്റി എപ്പോഴും ചോദിക്കുന്നതാണ്. പവർ ഹൗസാണ്, ഊർജത്തിൻ്റെ ഉൽപ്പാദനമാണ്, കെമിക്കൽ ഫാക്ടറിയാണ്, കോശശ്വസനം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ. ബി ഈസ് ക്ലിയർ ആയി കഴിഞ്ഞു. ബി എന്താണ്? ആണ്. അപ്പോൾ BR എന്നുള്ള സെക്ഷൻ നമ്മൾ പിടിച്ചു. BR എന്നുള്ള സെക്ഷനെ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാൽ നമ്മൾ BR എന്നുള്ള സെക്ഷനെ പിടിച്ചു കഴിഞ്ഞു. BR സെക്ഷൻ ഈസ് ക്ലിയർ. ഇനി നോക്കുക AS ആണോ നോക്കുക. ഗോൾഗി വസ്തുക്കളാണ്, S കോശസ്രവങ്ങളുടെ വസ്തുക്കളാണ്, കറക്റ്റാണ്. ഹോർമോണുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഇതാണ് ഗോൾഗി വസ്തുക്കൾ. നമ്മൾ പറയാറുണ്ട് ഗ്രന്ഥി കോശങ്ങളാണെന്ന് പറയാറുണ്ട്. മൈറ്റോകോൺട്രിയ പറഞ്ഞു കഴിഞ്ഞു. ലൈസോസോം പറഞ്ഞ CQ ആണ്. CQ അന്യവസ്തുക്കളെ നശിക്കുന്നു, രാസാഗ്നികളാണ് ലൈസോസോം നമ്മൾ പറഞ്ഞ് കറക്റ്റാണ്. അടുത്തത് DP ആണ്. റൈബോസോം പ്രോട്ടീൻ ഫാക്ടറിയാണ്, മാംസ്യ നിർമ്മാണമാണ് എന്നും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷനിലാണ് ആദ്യം നോക്കേണ്ടത്. ഓപ്ഷനിൽ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടോ നോക്കുക. ആ സെക്ഷനെ ആദ്യം പിടിക്കുക, എന്നിട്ട് നമ്മളതിനെ ചെയ്യുക. മറ്റത് എല്ലാതും കൂടി നോക്കുമ്പോഴേക്കും നമ്മുടെ ടൈം ലാഗ് ചെയ്ത് പോകും. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക്. ചോദ്യം, താഴെ പറയുന്നതിൽ അന്നപഥത്തിൻ്റെ ശരിയായ പാത ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഓഫ് എലിമെൻ്ററി കനാൽ? മൗത്ത്, സ്റ്റൊമക്ക്, ഓസിയോഫോഗസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വായു, ആമാശയം, അന്നനാളം കൊടുത്തിരിക്കുന്നു. വായു, അന്നനാളം, ആമാശയം, പക്വാശയം, ചെറുകുടൽ, വൻകുടൽ. കറക്റ്റ് ഓപ്ഷൻ വായു, അന്നനാളം. വായിൽ നിന്ന് അന്നനാളം, ആമാശയം, പക്വാശയം, ചെറുകുടൽ, വൻകുടൽ എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത പ്രതിപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഡാഷ്. ആൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഈസ്. ഒന്ന് പ്രിഡേഷൻ ഇരപിടുത്തം, കോമ്പറ്റീഷൻ മത്സരം, പാരാസിറ്റിസം പരാദജീവിതം, കമൻസാലിസം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്പീഷീസിൻ്റെ ഇടയിലുള്ള പോസിറ്റീവ് ഇൻട്രാക്ഷനെ പറ്റിയാണ്. പോസിറ്റീവ് ഇൻട്രാക്ഷൻ അതായത് ഒരു നിശ്ചിത പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ഇൻട്രാക്ഷൻ മീൻസ് ദ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സ്പീഷീസ് ഫോർ ദ ബെറ്റർ ഗ്രോത്ത് എന്നുള്ളതാണ്. അതായത് രണ്ട് സ്പീഷീസിൽ രണ്ടിൻ്റെയും ബെറ്റർ ഗ്രോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബെറ്റർ ഗ്രോത്ത് അത് മറ്റതിൻ്റെ
ഗ്രോത്തിന് തടസ്സം നിൽക്കാതെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പാണ്. ആരുടെ ഇടയിലാണ്? ബിറ്റ്വീൻ സ്പീഷ്യസ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ബെറ്റർ ഗ്രോത്ത്. ആരുടെ ബെറ്റർ ഗ്രോത്തിനാണ്? ഒന്നുകിൽ രണ്ടിൻ്റെയും ബെറ്റർ ഗ്രോത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിവർഗത്തിൻ്റെ ബെറ്റർ ഗ്രോത്തിന്. ആ ബെറ്റർ ഗ്രോത്ത് മറ്റേതിന് എന്താ പറയില്ല, അതിന് തടസ്സമാകാൻ പാടില്ല. അതിനാണ് നമ്മൾ പോസിറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇരപിടുത്തം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് കോപ്പറേറ്റീവ് ഇൻട്രാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം പ്രഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഇര എന്ത് ചെയ്യും? ഇര നശിച്ചു പോകും. മത്സരം എന്ന് പറയുമ്പോഴും പോസിറ്റീവ് ഇൻട്രാക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെയും ഒന്നിൻ്റെ വളർച്ചയും ഒന്നിൻ്റെ തളർച്ചയും സംഭവിക്കുന്നതായി പോവും. പരാതജീവനം എപ്പിസൈറ്റ് എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ പാരാസിറ്റിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ജീവിയിലെ പരാത ജീവിതം എന്ന് പറയുന്നത് പരാതജീവിക്ക് മാത്രമേ അത് ബെനിഫിറ്റ് ആവുള്ളൂ. മറ്റേ ജീവിയെ സംബന്ധിച്ചോളം, ആദ്യത്തെ ജീവിയെ സംബന്ധിച്ചോളം എന്താണ്, അത് മോശമാണ്. അപ്പോൾ അതുപോലെ കമൻസാലിസം എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ്. കമൻസാലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരം ഉണ്ട്, മരത്തിൻ്റെ ഒരു സ്ഥലം ഈ സ്പീഷ്യസ് ഒരു ജീവി പക്ഷിക്കൂട് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ഇവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല. മരം എന്ന് പറയുന്നത് ഒരു കോപ്പറേഷൻ നടക്കുന്നു അവരുമായിട്ട്, പക്ഷിയുടെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു, അത് ഉപയോഗപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടാണ് നമ്മളുടെ കമൻസാലിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രാക്റ്റീവ് കോപ്പറേഷൻ ബിറ്റ്വീൻ ടു സ്പീഷ്യസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബേർഡ്സ് ആൻഡ് ഹിയർ ദ ട്രീസ് ആർ ന്യൂട്രൽ. അപ്പോൾ വൃക്ഷങ്ങൾക്ക് ഇത് കൊണ്ട് നഷ്ടങ്ങളൊന്നുമില്ല, എന്നാൽ പക്ഷികൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു മെച്ചമുണ്ടാവുകയും ചെയ്യുന്നു. അതിനാണ് നമ്മൾ കമൻസാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് കമൻസാലിസ് ആണ്. ചോദ്യം: ആഹാരത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഡാഷ്. എ കെമിക്കൽ യൂസ്ഡ് ടു എൻഹാൻസ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ് ഈസ് സോഡിയം പെൻസോയേറ്റ്, മെറ്റാനിൽ യെല്ലോ, സാക്കറിൻ, അജിനോമോട്ടോ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് എപ്പോൾ അറിയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അജിനോമോട്ടോ ആണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നറിയപ്പെടുന്ന അജിനോമോട്ടോ ആണ് ആഹാരത്തിൽ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു. ഇതൊക്കെ അഡൾട്രേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ മായം ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് മത്സ്യത്തിൽ വളരെ വ്യാപകമായിട്ട് വിതറുന്ന വളരെ അപകടകരമായ വെളുത്ത പൊടി പോലെയുള്ളൊരു സംയുക്തമാണ് സോഡിയം ബെൻസോയേറ്റ്. മെറ്റാനിൻ യെല്ലോ എന്ന് പറയുന്നത് മഞ്ഞ നിറമുണ്ടാക്കാൻ പരിപ്പ് പോലെയുള്ള വിളകളിൽ വളരെ വ്യാപകവും വളരെ അപകടകരവുമായിട്ടുള്ള മറ്റൊരു അഡൾട്രേഷനാണ് മെറ്റാനിൻ യെല്ലോ. മെറ്റാനിൻ യെല്ലോയിൽ പോലെ തന്നെ പരിപ്പിൽ ചേർക്കുന്ന കേസരി പരിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു മായമാണ്. ഇത് പണ്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സാക്കറിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഷുഗറാണ്, അതായത് കൃത്രിമ ഷുഗറാണ് സാക്കറിൻ. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. നമുക്കറിയാം ലാക്ടോസ് ഉണ്ട്, മാൽട്ടോസ് ഉണ്ട്, അന്നജത്തിലെ മാൽട്ടോസ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതേപോലെ തന്നെ ഫ്രക്ടോസ്, അതുപോലെ തന്നെ സൂക്രോസ്, ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന സൂക്രോസ്. ഇതൊക്കെ പോലെ നമ്മുടെ കൃത്രിമമായി നിർമ്മിച്ച ഫസ്റ്റ് പഞ്ചസാരയാണ് സാക്കറിൻ എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ഫസ്റ്റ് പ്ലാസ്റ്റിക് എപ്പോഴും ചോദിക്കാറുള്ളത് ബാക്കലൈറ്റ്. അതേപോലെ തന്നെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ നാര് എപ്പോഴും ചോദിക്കാറുള്ളതാണ് റയോൺ, കൃത്രിമ സിൽക്ക് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വയ്ക്കണം. രീതിയിൽ കോളം 1ഉം കോളം 2ഉം തമ്മിൽ യോജിപ്പിക്കുക. മാച്ച് ദ കറക്റ്റ്ലി കോളം 1 വിത്ത് കോളം 2. കോളം 1 കോളം 2, കോളം 1 കോളം 2. നമുക്കിവിടെ കുറച്ച് സങ്കരയിനം തന്നിട്ടുണ്ട്, സങ്കരയിനം പേരുകൾ തന്നിട്ടുണ്ട്. ഒന്ന് കോളം 1 നോക്കാം. മൈനോർക്ക, മെച്ചപ്പെട്ട ഇനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ഈ ഓപ്ഷൻ അല്ല നോക്കേണ്ടത്, നമ്മൾ ആദ്യം ഈ ചോയ്സ് അല്ല നോക്കേണ്ടത്, നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? A3, A2, A1, A4, അതായത് ഡിഫറൻറ്റ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ സെക്ഷൻ ആയി നോക്കുക. എ തന്നെ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലായി. എ തന്നെ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. B4 ഉണ്ട്, 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിപ്പീറ്റ് ചെയ്യണ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 1 1 റിപ്പീറ്റ്. അതിന് നോക്കാതെ റിപ്പീറ്റ് ചെയ്യാത്തത് നോക്കുക. A3, A2, A1, A4. ഇനി ഏലോ നോക്കി നോക്കുക. ഏല് നോക്കുമ്പോൾ എന്താ മനസ്സിലാവും? നമ്മൾ ഗ്രാമലക്ഷ്മി അങ്കലമാണ്. ഗിരിരാജ വന്നതോടുകൂടി നമുക്ക് എന്താ മനസ്സിലായത്? കോഴിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എ എന്ന് പറയുന്നത്
വളർത്തു കോഴികളാണ്, ഗുണമേന്മയുള്ള കോഴികളാണ്. ചിലപ്പോൾ ഇനി ഗിരിരാജ എന്നുള്ള പേരിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ഗിരിരാജ എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള കോഴിയാണ്. എ എന്ന് പറയുന്നത് 3 എ എന്ന് പറയുന്നത് 3 ആയതോടുകൂടി ഈ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറയുന്നത് 3 പിന്നെ വേഗം നമ്മൾ ഈ ഇതെന്ത് ചെയ്യുക, A3 എടുക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്താൽ മതി. A3 എടുത്തു, B4 അല്ലേ, അധികം ചെക്ക് ചെയ്യാനൊന്നും വേണ്ട, അവസാനം ചെക്ക് ചെയ്താൽ B4 ഇവിടെ തന്നെ ഭക്ഷ്യ മത്സ്യങ്ങൾ, കാർപ്പ്, കട്ടല അല്ലേ, ഈ കാർപ്പും കട്ടലയൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. സി എന്ന് പറയുമ്പോൾ മലബാറി ആടാണ്. സി എന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട ഇനം ആടുകളാണ്. അപ്പോൾ സി എവിടേക്ക് പോയി, 1 പോയി. സി 1 പോയി. അപ്പോൾ ഡി എവിടേക്ക് പോയി, മുറ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എരുമയാണ് എന്ന് മനസ്സിലായി. അത് 2 പോയി. ഇതിപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്, A3 B4 C1 D2. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും ഓരോ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യണം. നമ്മൾ ഇത് ഫുള്ള് കണ്ടുപിടിക്കാനിരുന്ന് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ടൈം അത്രയും അവിടെ ലാക്കായിപ്പോയി. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ ഉത്തരങ്ങളും ഈ വിശദീകരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് പറയാം. അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.